ഇദ്ദേഹത്തിൻ്റെ പേര് ശാന്താനന്ദ എന്നാണ്, അശാന്താനന്ദ എന്നാണ് ശരിക്കും പേരുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അശാന്തി ഉണ്ടാക്കാനുള്ള വർത്തമാനമാണ് ഇത്. എനിക്ക് തോന്നുന്നത് ഹർഷ, അതായത് അവിടെ ഈ അയ്യപ്പ സംഗമം നടത്തിയ ഈ സംഘപരിവാര സംഘടനകളിലെ പെട്ട ആളുകൾക്ക് പോലും ഇയാൾ ഈ പറഞ്ഞ കാര്യത്തോട് പൂർണ്ണമായിട്ട് യോജിപ്പൊന്നും ഉണ്ടാകാൻ ഇടയില്ല. കാരണം നമ്മൾ പറഞ്ഞതുപോലെ വാവരും അയ്യപ്പനും എന്ന് വെച്ചാൽ കടലും തിരയും എന്ന് പറയുന്ന പോലെയാണ്, മമ്മൂട്ടിയും മോഹൻലാൽ എന്ന് പറയുന്ന പോലെയാണ് മലയാളിക്ക്. അതായത് ഒന്ന് പറഞ്ഞാൽ ഒന്ന് അപ്പുറത്തുണ്ട്. അയ്യപ്പൻ എന്ന് വെച്ചാൽ വാവരപ്പുറത്തുണ്ട്, മാളികപ്പുറം അപ്പുറത്തുള്ളതുപോലെ വാവരപ്പുറത്തുണ്ട്. കടൽ എന്ന് പറഞ്ഞാൽ തിര എന്നത് അതിൻ്റെ കൂടെ തന്നെ വരുന്നത് പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് അത്രയ്ക്ക് ഇൻറ്റിമേറ്റ് ആയിട്ടുള്ളൊരു സംഗതിയാണ് മലയാളികളുടെ ഉള്ളിൽ വാവരും അയ്യപ്പനും. ഇതൊന്നും വിലപ്പോവില്ല, അത് ഇവർക്കും അറിയാം. വിലപ്പോവില്ല എന്ന് വെച്ചാൽ ഹർഷന് ഓർമ്മയുണ്ട്, 2, 3, 4 കൊല്ലം മുമ്പ് ഒരു ഓണത്തിന് വാമന ജയന്തി ആശംസകൾ എന്ന് പറഞ്ഞ് പ്രധാനപ്പെട്ട ആളുകളൊക്കെ മുതിർന്ന നേതാക്കളെല്ലാം ചേർന്ന് സംഘടിതമായിട്ട് പോസ്റ്റ് ഇട്ടു, വാമന ജയന്തി ആശംസകൾ. അപ്പോൾ വലിയ ചർച്ച, ഓണമല്ലേ ഇത്, വാമന ജയന്തിയാണോ? അപ്പോൾ പ്രത്യേകിച്ച് ഒരു പുതിയ കഥ അങ്ങ് പറഞ്ഞു, അതായത് വാമന ജയന്തിയാണിത്, ഓണമല്ല മറ്റാണ് മറിച്ചാണ്. എന്നിട്ട് എന്താ ഉണ്ടായത്? ഇതേ പ്രധാനപ്പെട്ട നേതാക്കൾ, അതായത് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളാണെന്ന് ആലോചിക്കണം, ഏറ്റവും ശക്തരായിട്ട് സ്വയം കണക്കാക്കുകയും മറ്റുള്ളവർ കണക്കാക്കുകയും ചെയ്യുന്ന ആൾ ഇത്തവണ എല്ലാവരും ഡീസൻ്റായിട്ട് വന്നിട്ട് ഓണാശംസകൾ മാത്രം ഇട്ടു. വാമനെ മറന്നവർ എങ്ങനെയാണ്? അവരുടെ കഥ ഏശിയില്ല. അവരത്രക്ക് അതിശക്തരായിട്ട് പോലും അവരുടെ കഥ ഈ കേരളം പോലൊരു വളരെ മതാതീതമായിട്ടും അവരവരുടെ വിശ്വാസം നന്നായിട്ട് ചേർത്ത് പിടിക്കുക, എന്നാൽ ഈ നമ്മുടെ കേരളത്തിൻ്റെ ഷെയ്ഡായിട്ടുള്ള കഥകളിൽ നല്ല മതേതരമായിട്ടുള്ള കാര്യങ്ങളിൽ നല്ല ശക്തിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുക. ഇങ്ങനെ നിൽക്കുന്ന മോഹൻലാൽ ശബരിമലയിൽ പോയാൽ മമ്മൂട്ടിക്ക് വേണ്ട പ്രാർത്ഥിക്കുക. അതാണ് കേരളം, അതാണ് കേരളം. അങ്ങനെയുള്ള കേരളത്തിൽ ഇവരുടെ കഥകൾ വിലപ്പോവില്ല എന്ന് കണ്ടപ്പോഴാണ് ഇവർ തിരിച്ച് ഓണത്തിലേക്ക് തിരിച്ചെത്തിയത്. ഇപ്പം ഞാൻ ഈ വാവര് കഥ ഈ ശാന്താനന്ദ പറഞ്ഞല്ലോ എന്ന് കണ്ടിട്ട് വെറുതെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഒരുപാട് ആളുകൾ പറഞ്ഞിരിക്കുക, ഹർഷൻ പറഞ്ഞതുപോലെ ഒരുപാട് ആളുകൾ ഈ കഥ പറഞ്ഞിരിക്കുക. പ്രധാനപ്പെട്ട ചരിത്രകാരൻ എന്ന് സ്വയം വിളിക്കുന്ന ചില ആളുകളടക്കം ഭയങ്കര തത്വം പറയുന്ന പോലെ പറഞ്ഞിരിക്കുകയാണ് വാവർ. മനുഷ്യരുടെ മനസ്സിലുള്ളതല്ലേ ഹർഷ, എത്ര കാലമായിട്ട് മനുഷ്യരുടെ മനസ്സിലുള്ളതാണ്. ഇവരെക്കാളും വിശ്വാസികളായിട്ടുള്ള ഹിന്ദുമത വിശ്വാസികളായിട്ടുള്ള എല്ലാ വർഷവും ഈ കഠിനമായ മല കയറി ചെന്നിട്ട് ആ ശബരിമലയിൽ ചെന്ന് അയ്യപ്പനെ തൊഴുതു മടങ്ങുന്ന അങ്ങേയറ്റം ആന്തരികമായിട്ട് ഹിന്ദുമത വിശ്വാസികളായിട്ടുള്ള എല്ലാവരും അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് അവരെ കാണുന്നല്ലേ.